ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ജോലികൾ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് അടിപൊളി ടിപ്സാണ് പറയുന്നത്. രണ്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾ ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കിച്ചൺ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ ടിപ്പ് നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാനും അങ്ങനെയായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ ഐഡിയകളാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് തേങ്ങ ചിരകുന്നതിനെ പറ്റിയിട്ടാണ്. തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് ഇപ്പോൾ നല്ല എളുപ്പമായിട്ടുണ്ടാവും. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ കൈക്കും ഷോൾഡറിനും ഒക്കെ വേദനയുള്ളവർക്കൊക്കെ പാടില്ലേ. അപ്പോൾ അതിന് പറ്റിയൊരു എളുപ്പ വഴിയാണ്. ഞാനിവിടെ ഇത്രയും വർഷമായിട്ടും ചിരവ യൂസ് ചെയ്തിട്ടേ ഇല്ല, വാങ്ങിച്ചിട്ടുമില്ല. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ സ്ക്രാപ്ഡ് കോക്കനട്ടാണ് വാങ്ങിച്ചുകൊടുന്നത്. കടയിൽ നിന്ന് സ്ക്രാപ്പ് ചെയ്ത് കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വാങ്ങിക്കുന്ന സമയത്ത് ബാക്കിയുള്ള തേങ്ങ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അന്ന് തൊട്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഓഫറിലൊക്കെ തേങ്ങ കണ്ടാലും അപ്പോൾ ഇങ്ങനെ ഹോൾ കോക്കനട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് കുറേ എണ്ണം വാങ്ങിക്കും. അപ്പോൾ ഇതുപോലെയാണ് ചിരണ്ടി എടുക്കുന്നത് കേട്ടോ. നല്ല എളുപ്പപ്പണിയാണ്. അപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറില്ലേ, അതേപോലെ തന്നെ. ഇത് ചെയ്യാൻ എളുപ്പ വഴിയുണ്ട്. നമ്മൾ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മൾ കത്തിക്കൊണ്ട് ഇങ്ങനെ കനം കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ എല്ലാം ഇങ്ങനെ വിട്ട് പോരും. അപ്പോൾ അങ്ങനെ ഓരോ തവണയും പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കത്തിക്കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കുവാണെങ്കിൽ വിടുന്ന പോർഷൻ ഇങ്ങനെ പൊങ്ങിപ്പോരും. അപ്പോൾ കുറേ പീസുകൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ഒരുമിച്ച് ഇങ്ങ് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ഈ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലതുപോലെ തേങ്ങ ചിരകി എടുക്കാൻ പ്രാക്ടീസ് ഉള്ളവരൊക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കും, ഓ ഇതെന്താ ഇത്ര എളുപ്പം, ഇത് ചെയ്യാൻ പാടല്ലേന്ന്. പക്ഷേ ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്തവർക്ക് ഇതായിരിക്കും ഏറ്റവും എളുപ്പം. തേങ്ങ ചിരകി പ്രാക്ടീസ് ഉള്ളവർക്ക് ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് ഞാൻ പറയാം. അവർക്കിപ്പോൾ ഒരു 1-2 സ്പൂൺ തേങ്ങ വേണം. ഒരു ഇത്തിരി തേങ്ങ വേണമെങ്കിൽ പെട്ടെന്ന് തേങ്ങ എടുത്തിട്ട് ചിരവേലും ചിരകി എടുത്താൽ മതിയാവും. അതേസമയം കുറേ തേങ്ങ വേണമെങ്കിൽ, ഒരുപാട് തേങ്ങ വേണം, ഒരു സദ്യയൊക്കെ വെക്കുകയാണ്, അല്ലെങ്കിൽ കുറേ ആളുകളൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ ഒരുപാട് തേങ്ങ വേണ്ടേ. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറുത്ത് വെക്കാനോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് തേങ്ങ എടുക്കില്ലേ. അങ്ങനെയുള്ള സമയത്ത് ഇതായിരിക്കും എളുപ്പം. 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഇങ്ങനെ നുറുക്കി അങ്ങ് ഇടുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്താൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് ചിരകി എടുത്താലും ഇതിനേക്കാളും സ്പീഡിൽ കിട്ടില്ല കേട്ടോ. ആ സമയത്തൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഇത്തിരി തേങ്ങ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടല്ലോ, അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരുപാട് തേങ്ങ ചെയ്യുന്ന കാര്യമല്ലോ. ഒരുപാട് തേങ്ങ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് പൊട്ടിച്ചെടുക്കാൻ ഒരു പരിപാടിയുണ്ട്. തേങ്ങ എല്ലാം കൂടെ പൊട്ടിച്ചിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കുക. ഒരു മണിക്കൂറൊക്കെ ഫ്രീസറിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വിട്ടുപോരും കേട്ടോ. ചൂടാക്കി എടുത്ത തേങ്ങയാണെങ്കിൽ ഇങ്ങനെ കമത്തി വെച്ചിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും സാധനം കൂടി ഇതേപോലെ അടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് ആ ഉള്ളിലെ പോർഷൻ ഫുള്ളായിട്ട് ഇങ്ങ് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് തേങ്ങയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എടുത്താൽ എളുപ്പമായിരിക്കും. അതേപോലെ ഓവൻ ഉള്ളവർക്കാണ് ഇത് ഏറ്റവും എളുപ്പം. ഓവൻ ഉള്ളവർക്കാണെങ്കിൽ ആദ്യം ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. നമ്മൾ തേങ്ങ പൊട്ടിച്ച് കഴിയുമ്പോൾ ഫ്രീസറിലോട്ട് വെച്ചിരുന്നാൽ മതി. പിന്നെ ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചിരകി എടുക്കേണ്ട സമയത്ത് അതെടുത്തിട്ട് ഓവനിൽ വെച്ചിട്ട് ഒരു 20 സെക്കൻഡോ 30 സെക്കൻഡൊക്കെ വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വിടിപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പോരുന്ന് കിട്ടും കേട്ടോ. ഒന്നും പറ്റിപ്പിടിച്ചിരിക്കില്ല. ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന മെത്തേഡാണത്. ഇപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുകൊണ്ടാണ് ഇത്രയും സ്ലോയിൽ ചെയ്തത് കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് ഇതിന് ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇനി ബാക്കി പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഒരു സ്പൂൺ കൊണ്ട് ചിരണ്ടി എടുക്കാം. അതിപ്പോൾ നമ്മൾ ചിരവേടി തേങ്ങ ചിരണ്ടുവാണെങ്കിലും ആ സമയത്ത് അടിയിൽ വരുന്നതൊക്കെ ഇതേപോലെ സ്പൂൺ കൊണ്ട് ചിരണ്ടി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തേങ്ങയുടെ ബാക്കിലുള്ള കറുത്ത പോർഷൻ ഉണ്ടല്ലോ, ചിരണ്ടി ഇതൊക്കെ ചിരണ്ടി കളയുന്ന കാണാറുണ്ട്. എനിക്ക് പോകുന്ന ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഏത് രീതിയിൽ തേങ്ങ ചിരണ്ടി എടുത്താലും ഇതൊക്കെ വരുമല്ലോ. ഇതൊക്കെ തേങ്ങയുടെ പാട്ട് തന്നെയാണ്. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇതിങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഇനി ഒരുപാട് വലുതായിട്ട് കിടക്കുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് എടുക്കുന്ന സമയത്ത് കട്ടിംഗ് ബോർഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ പെട്ടെന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുവാണെങ്കിൽ 1-2 മിനിറ്റ് കൊണ്ട് തേങ്ങ എല്ലാം എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിയുമേ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. വലുതോ ചെറുതോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് തേങ്ങാക്കൊത്ത് പെറുക്കിയിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 പോർഷൻ വരെയൊക്കെ ഇടാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ഒരു മുഴുവൻ തേങ്ങ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എളുപ്പമാണ് പരിപാടി. മിക്സിയിൽ വെച്ചിട്ട് നമ്മൾ പൾസായിട്ട് അടിക്കില്ലേ, ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിക്കില്ലേ, അങ്ങനെ ഒന്ന് തിരിക്കുക വിടുക, അതിനുശേഷം ഒന്നുകൂടി തിരിക്കുക വിടുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഇതേപോലെ കിട്ടും. നല്ല എളുപ്പമല്ലേ ചെയ്യാൻ. ഇത് ചിരവേൽ ചിരണ്ടി എടുക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്നും കട്ട പിടിച്ചിട്ടുമില്ല, അരഞ്ഞു പോയിട്ടുമില്ല, അത് വലിയ പീസായിട്ട് കിടക്കുന്നുമില്ല. പൾസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് വേണമെങ്കിൽ ജാറൊന്ന് ഊരി എടുത്തിട്ട് സൈഡൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ ഇരിക്കുന്നത് ഒന്നുകൂടി ഉള്ളിലേക്ക് വീണ് കിട്ടും. അത്രയേ ഉള്ളൂ. ഞാൻ ഏകദേശം ഒരു 10-12 വർഷമായിട്ട് ചെയ്യുന്ന പരിപാടിയാണിത്. ഇനി ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് അടപ്പുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ താഴത്തെ പോർഷനിൽ സൂക്ഷിച്ചാൽ മതി. കൂടുതൽ സമയത്തൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. ഞാനിവിടെ ചെയ്യുന്നത് എപ്പോഴും ഫ്രീസറിലാണ് വെക്കുന്നത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും ഇതേപോലെ വീട്ടിൽ ചെയ്തെടുക്കുന്നതാണെങ്കിലും ഫ്രീസറിൽ വെച്ചിരിക്കും. എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതിരിക്കും. ആവശ്യമുള്ള സമയത്ത് ഒരു ഇത്തിരി മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതി.
എന്നിട്ട് മേളിൽ നമുക്ക് ചിരണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിരുന്നാൽ മതി. ബാക്കി പോർഷൻ എടുത്ത് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് തിരിച്ചും വെക്കാം. അതേപോലെ തേങ്ങാക്കൊത്ത് സൂക്ഷിച്ചേക്കണം കാണാം. ഇതും തേങ്ങാക്കൊത്തായിട്ട് എടുത്തിട്ട് ഇതേപോലെ വെച്ചേക്കും. അപ്പോൾ നമുക്ക് ചിക്കനോ മീനോ അല്ല എന്തിനേലുമൊക്കെ തേങ്ങാക്കൊത്ത് വേണ്ട ആവശ്യം വരുമ്പം ഇതെടുത്ത് നേരെ അങ്ങ് ഇടാമല്ലോ. ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ ആ സമയത്ത് ഒട്ടും ജോലിക്ക് പോകണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തേങ്ങയുടെ പരിപാടി. ഇനി അടുത്തൊരു ടിപ്പാണ്, അതെനിക്ക് ഇന്ന് രാവിലെ കിട്ടിയതാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം ചെയ്തുകൊണ്ട് സമയത്ത് ബുദ്ധിമുട്ടായിട്ട് തോന്നി, സമയം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നി, അങ്ങനെ ചെയ്തു. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങൾക്കും അത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് ആ കാര്യം. ഇത് ഞാൻ ഓട്സിൻ്റെ പുട്ടുപൊടി നനയ്ക്കുന്നതാണ്. നമ്മൾ ഗോതമ്പ് പുട്ടുപൊടി നനയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് ഭയങ്കര പാടില്ല നനയ്ക്കാൻ വേണ്ടി, കുറേ ടൈം എടുക്കും. ഓട്സിൻ്റെ ആണെങ്കിൽ ഒന്നുകൂടി കട്ട പിടിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണ്. രാവിലെ ചെയ്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഗോതമ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടൊരു ഫോർക്ക് എടുക്കാം. ഫോർക്കാണ് ബെസ്റ്റ്. ഫോർക്ക് ഇല്ലാത്തവർക്ക് ഒരു ബീറ്റർ എടുക്കാം. അതും അല്ലാത്തവർക്ക് ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും മതി. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ സ്പ്രെയർ ആണ്. ഈ സ്പ്രെയർ കൊണ്ട് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട് കിച്ചണിലാണെങ്കിൽ തന്നെ. ഇനി എളുപ്പമാണ് പരിപാടി. ഈ സ്പ്രേ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റേ കയ്യിൽ ഫോർക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ വളരെ എളുപ്പമായിട്ട് തോന്നിയേ. ഏറ്റവും ബുദ്ധിമുട്ട് ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് നനയ്ക്കുന്ന സമയത്ത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ നമ്മുടെ കൈ നനയും, എന്നിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അത് പിന്നെ ഇങ്ങനെ ഉണ്ടയായിട്ട് വരും. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ കുറേ സമയം എടുക്കില്ലേ. ഇതാകുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും, കാരണം കട്ടയായിട്ട് പിടിക്കുന്നില്ല. പിന്നെ നമ്മൾ ഗോതമ്പാണെങ്കിലും ഓട്സ് ആണെങ്കിലും ഒക്കെ ഇതുപോലെ നനയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് പിന്നെ മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചിട്ടല്ലേ നമ്മൾ എടുക്കാറെങ്കിലല്ലേ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കട്ടയായി പോകില്ലേ. ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇതേപോലെ കുറേ നേരം ഇങ്ങനെ ചെയ്ത് നനച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആവും കേട്ടോ. കുട്ടികളോ ആരെങ്കിലും ഒക്കെ അടുത്തുണ്ടെങ്കിൽ അവരൊന്ന് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇളക്കാം. നല്ല എളുപ്പമാണ്. ഇല്ലേ ഈ പണി നമുക്ക് ആരെ വേണമെങ്കിലും ഏൽപ്പിക്കാം. ആകെ കൂടി ഇതിൽ കട്ട പിടിക്കുന്നത് ആ ഫോർക്കിൻ്റെ അറ്റത്ത് ഒരു ഇത്തിരി കട്ടയായിട്ട് ഇരിപ്പുണ്ടല്ലേ. അതൊരു വലിയ പ്രശ്നമല്ല. നോർമലി കൈകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഫുള്ള് കട്ടയാവും. അപ്പോൾ ഇതൊരു പാടല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഒരു സ്പ്രെയർ വീട്ടിൽ വാങ്ങി വെച്ചു. ഇതിന് വലിയ പൈസയൊന്നുമില്ല, 20-25 രൂപയൊക്കെ ഉള്ളൊരു സ്പ്രെയറിന്. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഞാനിപ്പോൾ വളരെ ഹാപ്പിയിലാണ്. എനിക്കിപ്പോൾ ഒരു പണി പെട്ടെന്ന് എളുപ്പമായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കണേ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കണം. ഇതാ ഓട്സിൻ്റെ പൊടി നനച്ചതാണ്. അതാണെങ്കിൽ എത്ര നൈസായിട്ടുള്ള പൊടിയാണ്, വളരെ കട്ടകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല. ഇത് ഡയറക്റ്റ് വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. പിന്നെ ഓട്സിൻ്റെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഓട്സിൻ്റെ പൊടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അല്ലെങ്കിൽ ഓട്സ് പൊടിക്കുന്നതിന് മുമ്പായിട്ട് ഓട്സ് ഒന്ന് വറുത്തെടുക്കുക. എണ്ണയൊന്നും ഇല്ലാതെ വെറുതെ പാനിലിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് പൊടിച്ചെടുക്കണേ. പിന്നെ നിങ്ങൾ ഇതേപോലെ എല്ലാം കൈകൊണ്ട് തന്നെ നനച്ചെടുക്കുന്നവരാണെങ്കിൽ എന്തായാലും കുറച്ച് കട്ട വരുമല്ലോ. അപ്പോൾ ആ കട്ട അടയ്ക്കാൻ വേണ്ടി മിക്സിയിലിട്ടൊന്ന് പൾസ് അടിച്ചെടുക്കില്ലേ. പൾസായിട്ട് അടിക്കുന്ന സമയത്ത് ഓട്സ് പുട്ടുപൊടിയാണ് അതിൻ്റെ കൂടെ 1 സ്പൂൺ ഓട്സ് ഫ്രഷ് പൊടി ഇടുക. അതേപോലെ ഗോതമ്പാണ് ഫ്രഷ് പൊടി ഇടുക 1 സ്പൂണ്. എന്നിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ കട്ടയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, സി യു, താങ്ക് യു.